ഞാൻ ആഡം, ഇറ്റാനിയയുടെ രാജകുമാരൻ, ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവൻ. ഇത് വരിയൻ പുലി, ഒന്നിനും പേടിക്കാത്ത എന്റെ സുഹൃത്ത്. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി എന്നാൽ എന്റെ ഈ വാളെടുത്ത് ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി, എന്നുള്ളിൽ ഒതുങ്ങുമാ ശക്തി കൂടി വാ. വരിയൻ പുലി ബലശാലിയായ ഒരു ഉഗ്രൻ പുലിയായി മാറി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ വീരൻ. ഈ രഹസ്യം ഇനി 3 പേർക്ക് മാത്രമേ അറിയാവൂ. അവരും എന്റെ കൂടെ ചേർന്ന് ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ദുഷ്ടശക്തിയുള്ള അസ്ഥികൂടനിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയെ കാത്തു സൂക്ഷിക്കുന്നു. മാറി നിൽക്കൂ, ഒരു വലിയ ആഘോഷത്തിനുള്ള ഏർപ്പാട് നടക്കുകയാണ്. എനിക്കും ആശ്ചര്യം തോന്നുന്നു. കാർണിവൽ തുടങ്ങാൻ പോകുന്നു വിചാരിക്കുന്നു. ഓ, അടുത്തത് എന്താണ് വരുന്നതെന്ന് നോക്ക്. വരൂ, വന്ന് കണ്ടാസ്വദിക്കൂ. അവൾ എന്തോ എന്നോട് പറയുന്നുണ്ട്. അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. പാവം, കൂട്ടിനകത്തായി പോയല്ലോ. പരിപാടി കഴിഞ്ഞാൽ അവൾ എവിടെ ആയിരിക്കുമെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. മൃഗമനുഷ്യ, രാജകുമാരന്റെ വാത്സല്യ മൃഗത്തെ പിടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞോ? ഇനിയും ആയിട്ടില്ല യജമാനനെ, കഴിയുന്നതും വേഗം. അത് ശരി, മൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള നിന്റെ ശക്തിക്ക് എന്ത് പറ്റി? ആദ്യം അത് പ്രയോഗിക്ക. ഞാൻ പ്രയോഗിച്ചു യജമാനനെ, പക്ഷേ ഈ മൃഗം കുറച്ച് വ്യത്യാസമായിരിക്കുന്നു. വിഷമിക്കേണ്ട യജമാനെ, പ്രട്ടിക്കിറ്റി ആ വരയൻ പുലിയെ തന്റെ വശത്തേക്ക് ആകർഷിച്ചു കഴിഞ്ഞു. ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഏതായിരുന്നാലും പെട്ടെന്ന് ചെയ്തു തീർക്ക്. രാജകുമാരനെയും അവന്റെ വാത്സല്യ മൃഗത്തെയും നാം പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ രക്ഷിക്കുവാനായി ഹീമാൻ ഇവിടെ വന്നു തന്നെ ആകണം. അതിനുശേഷം നിങ്ങൾ അവരെ പിടിക്കും. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. അത് കണ്ടോ, എന്ത് ആശ്ചര്യമായിരിക്കുന്നു. വാവ്, സ്വന്തം കയ്യിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരാൾ ഇയാൾ മാത്രമായിരിക്കും. ഇതൊരു അത്ഭുതം തന്നെയാ. ഇത് ഞാൻ ചെയ്ത് കാണിക്കുമല്ലോ, ദാ നോക്ക്. വേണ്ട, അങ്ങനെ ചെയ്യരുത് മായൻ. തീ കൊണ്ട് നിനക്ക് അപകടമുണ്ടാവും. എനിക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. ഇതൊരു പുരാതന മാജിക്കാ. ഇത് ഭൂമിയിലുള്ളവർ ഉപയോഗിക്കുന്നതാ. ഇതിന്റെ പേര് കുരുമുളക് പൊടി. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതെങ്ങനെ അടയ്ക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ കണ്ടോ? പതിവ് പോലെ കൊളമാക്കിയല്ലോ. മാജിക് കാണിക്കുന്ന പോലെ മാജിക്. ഈ പൊടി അത്ര ഗുണമില്ല. നീ ഇത് ശരിക്കല്ല ഉപയോഗിച്ചെന്ന് തോന്നുന്നു. ഞാൻ ശരിയായിട്ടാ ഉപയോഗിച്ചത്. വേണമെങ്കിൽ നീ ഇത് വെച്ചോ. വരൂ, എല്ലാവരും വരൂ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ അതിഗംഭീരമായ മൃഗത്തെ കണ്ടിട്ടു പോകൂ. നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ഈ മൃഗത്തെ അടക്കുവാൻ പറ്റുമോ? അച്ഛാ, രക്ഷിക്കൂ. രാജകുമാരന് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ശരി, വേറെ വഴിയില്ല.
വെറുതെ ഒന്ന് നീന്തി കുളിക്കാമെന്ന് വന്നതാ. വാ വാ പ്രട്ടിക്കിറ്റി, നിന്റെ സുഹൃത്തിനെ നീ കൂടെ തന്നെ വിളിച്ചുകൊണ്ട് വന്നോ? നിനക്കിവളെ വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നു. നീയും വേണമെങ്കിൽ കുറച്ചു നേരം ആ കൂട്ടിനുള്ളിൽ ഇരുന്നോ. ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. മൃഗമനുഷ്യനോ? നമ്മൾ പോകാൻ പോകുന്നത് സർപ്പമല. എന്താണിത്? അസ്ഥികൂടന്റെ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുക. നീ എവിടെയാണ്? കാലത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് കൂടി വരയൻ പുലി വന്നില്ലല്ലോ. ഇതുവരെ അവൻ സമയത്തിന് കഴിക്കാതെ ഇരുന്നിട്ടേ ഇല്ല. എവിടെ പോയെന്ന് അറിയില്ല. അതുപോലെ പറഞ്ഞ ദിവസത്തിന് മുൻപ് തന്നെ കാർണിവൽ തുടങ്ങി. എനിക്കെന്തോ സംശയം തോന്നുന്നു. രാജകുമാരാ, രാജകുമാരാ, ആ അസ്ഥികൂടം നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. നമ്മുടെ വരയൻപുലിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിനക്ക് വരയൻ പുലിയെ ആവശ്യമാണെങ്കിൽ സർപ്പമലയിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പോയി രക്ഷിച്ചു കൊണ്ടുവരാം. ഇത് ചതിയാണ്. നിന്നെ വെച്ച് ഹീമനെ പിടിക്കാനുള്ള പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ഹസ്തികൂടൻ എന്ന് തോന്നുന്നത്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങുമാ ശക്തി കൂടി വാ. അസ്ഥികൂടന്റെ ലക്ഷ്യം ഞാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ആരോ നമ്മളെ അന്വേഷിച്ചു വന്നതുപോലെയുണ്ട്. മിക്കവാറും അത് രാജകുമാരൻ തന്നെ ആയിരിക്കാം. ഓ, നീ ആ മൃഗത്തെ അന്വേഷിച്ചു വന്നതാണോ? എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നു. ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നു എന്ന് പറയൂ. മനസ്സിലായില്ലേ? ആ വരയൻ പുലിയെ ഹീമാനി കാണിക്കാനുള്ള സമയമായിരിക്കുന്നു. ധൃതിപ്പെടേണ്ട. ഇനിയും അവൻ ഒന്നുകൂടി അടുത്തേക്ക് വരട്ടെ. അതിനുശേഷം നമുക്ക് അവനെ വലിയൽ വീഴ്ത്താം. നീ എന്താ പറയുന്നേ? രാജകുമാരൻ നമ്മുടെ വരയും പുലിയെ തിരക്കി ഒറ്റയ്ക്ക് പോയിരിക്കുകയാണെന്നോ? അതെ, ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലേ? എല്ലാം ശരിയാകും. അദ്ദേഹത്തെ നമ്മൾ രക്ഷിച്ചേ പറ്റൂ. എനിക്കെന്തോ അതൊരു നല്ല ആശയമായി തോന്നുന്നില്ല. രാജകുമാരൻ തനിച്ചു പോകണമെന്നാണ് ആഗ്രഹിച്ചത്. മായൻ, രാജകുമാരനെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ ചുമതലയാണ്. അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ലീലേ, സൂക്ഷിച്ചു പോണേ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നമ്മള് ഹീമാന് വിരിച്ച വല ശരിയായിട്ടുണ്ടോ നോക്കാം. ഹീമാനി പുലിയെ കണ്ട ഉടനെ അതിനെ രക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ നടന്നു വരുമ്പോൾ ഇതിലേക്ക് വീണ് ഓക്ടാ ബീസ്റ്റിന്റെ അടുത്ത് അവൻ കുടുങ്ങും. ഇതാണ് ശരിയായ സമയം. ആ ഭീകരജീവിയെ പുറത്തേക്ക് വിടൂ. നമ്മൾ അവനെ പിടിച്ചു കഴിഞ്ഞു. ആ ഭീകരജീവി അവനെ ഗുഹയ്ക്കുള്ളിൽ അടച്ചു വയ്ക്കും. വിഷമിക്കണ്ട. ഷാഡോ ബീസ്റ്റും ഞാനും സുഹൃത്തുക്കളാണ്. എന്നെ ഓർമ്മയുണ്ടോ? അത് തന്നെ. അദ്ദേഹത്തെ ഒന്ന് താഴെ ഇറക്കി വിട്ടാലും അദ്ദേഹം ഒന്നും ചെയ്യില്ല. ആ, അങ്ങനെ തന്നെ. വളരെ നന്ദി. അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങളെ പോലെ തന്നെ ഞാനും വരയും പുലിയും രാജകുമാരനെ അന്വേഷിച്ചു വന്നത്. വരയും പുലി അവിടെ മുകളിലുണ്ട്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ ഇവിടെ നിന്ന് രാജകുമാരൻ വരുന്നുണ്ടോ നോക്കാം. അതിന്റെ കൂടെ നീ ചങ്ങാതിയെ സ്നേഹത്തോടെ നോക്കൂ. ദേ നോക്ക്, ഹീമാൻ വീണ്ടും വരുന്നു. അവൻ എങ്ങനെയാണ് ജീവിയെ തോൽപ്പിച്ചത്? സാരമില്ല, നമ്മൾ വിരിച്ച വലയിൽ അവൻ തീർച്ചയായും കുടുങ്ങും. ഹേയ്, നീ ഇവിടെയായിരുന്നോ? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം.
ഹീമാൻ, ഒന്ന് സൂക്ഷിക്കണേ, ഇതൊരു വലിയ ചതിയാ. ഞാൻ പറയുന്നത് അവന്റെ ചെവിയിൽ കേൾക്കില്ല. നീ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തു കൊണ്ടുവരും. ഇനിയും ഒരടി എടുത്തു വെച്ചാൽ ഹീമാൻ തീർച്ചയായും ആ കുഴിക്കുള്ളിൽ വീഴും. ഹീമാനെ രക്ഷിക്കാൻ ഇപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ. പറയുന്നത് കേക്ക്. വേണ്ട. അതവനെ രക്ഷിച്ചല്ലോ. സംഭവിച്ചതിനെല്ലാം നീയാണ് കാരണം. ഇതിന് നീ സമാധാനം പറഞ്ഞേ പറ്റൂ. എന്ത്? അല്ല, ആവശ്യമില്ലാതെ നീ താഴോട്ട് ചാടിയത് എന്തിനാണെന്ന് പറഞ്ഞു തരാമോ? നിന്നെ രക്ഷിക്കാൻ എനിക്കുണ്ടായിരുന്ന ഒരൊറ്റ മാർഗം അതാണ്. അല്ലെങ്കിൽ നീ ഒരു കുഴിയിൽ വീഴുമായിരുന്നു. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ ജീവൻ പണയം വെച്ചല്ലോ. ഓ, ഞാൻ പണയം വെച്ചെന്നോ? ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനെയാണ് ധൈര്യമെന്ന് പറയുന്നത്. വളരെ നന്ദി. എന്തായാലും അസ്ഥികൂടിനെ ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്. അയ്യോ, അത് വേണ്ട. പറയുന്നത് കേൾക്ക് ഹീമാൻ. ഇന്നെന്റെ ജീവൻ തിരിച്ചു കിട്ടിയതേ ഭാഗ്യമാണ്. ജോലി കഴിയുമ്പോ എല്ലാ പ്രശ്നവും തീരും. ഇന്ന് അസ്ഥികൂടനെ ഞാനൊരു കൈ നോക്കാതെ വിടില്ല. എന്താ യജമാനനെ ഇത്? സംഭവിച്ചത് എന്റെ കുറ്റമല്ല. നിങ്ങൾ പറഞ്ഞതേ ഞാൻ ചെയ്തു. പക്ഷേ യജമാനനെ, അലാറത്തിന്റെ ശബ്ദം. വേറെ ആരോ സർപ്പമലയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ലീലയാണ്, ഇറ്റാനിയയുടെ സേനാപതി. ഇവളെ വെച്ച് തന്നെ നമുക്ക് ഹീമാനെ പിടിക്കാൻ ശ്രമിക്കാം. ഹീമാൻ! ആ! ഹീമാൻ, രക്ഷിക്കൂ! ശബാഷ് മൃഗമനുഷ്യ, എത്രയും പെട്ടെന്ന് ലീലിയെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ആ ഭീകര ജീവിയോട് പറയൂ. ഇവളില്ലാതെ ഹീമാൻ ഇവിടെ നിന്ന് പുറത്തു പോകില്ല. മര്യാദയ്ക്ക് എന്നെ വിട്ടില്ലെങ്കിൽ നിന്നെ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? വേഗമാകട്ടെ, ഹീമാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട, എല്ലാം തയ്യാറായിട്ടുണ്ട്. ഞാൻ ഈ ചങ്ങല ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ബലമുള്ളതാണിത്. ഹീമാനെ കൊണ്ടുപോലും പൊട്ടിക്കാൻ സാധിക്കില്ല. നിന്നെ കൊല്ലും ഞാൻ. ഓ, അതും കാണട്ടെ. ഉഗ്രൻ, നമ്മൾ സർപ്പമലയിലെത്തി. ഇപ്പോൾ അസ്ഥികൂടിനെ തെരയാം. അത്ര ധൃതി പിടിച്ചു പോവുകയാണോ ഹീമാൻ? നിനക്ക് നല്ല ബലമൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചു നേരം വേറെ എവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് വാ. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. ഓ, അയ്യോ, എനിക്ക് തല ചുറ്റുന്നു. ഇപ്പൊ നീ ഒരു കണ്ണാടി കൂട്ടിലാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്താ, അകത്ത് നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടോ? ഏയ്, മര്യാദയ്ക്ക് എന്നെ പുറത്തു വിട്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും ഹീമാൻ. ഞങ്ങൾ തിരിച്ചു വരുമ്പോ നിന്നെ നോക്കിക്കോളാം. ആദ്യം നിന്റെ യജമാനെ ഒന്ന് കാണണം. ധൃതിപ്പെടണ്ട ഹീമാൻ. ആ ഒന്നിനും കൊള്ളാത്ത മൃഗമനുഷ്യനെ തോൽപ്പിച്ചത് കൊണ്ട് എന്നെയും കടന്നു പോകാമെന്ന് നീ വിചാരിക്കണ്ട.
ബാക്കി നീ നോക്കിയോ. ഏയ്, മര്യാദക്ക് എന്നെ വിട്. ഏയ്, എന്നെ പുറത്ത് വിട്. ധൃതി കാണിക്കണ്ട, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്നെ വിട്. ആ, വിടാനാ പറഞ്ഞത്. മൃഗമനുഷ്യ, ഇതിനൊക്കെ നീയാണ് കാരണം. എന്റെ തെറ്റോ? നീ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്. എന്നെ എതിർത്ത് കുറ്റം പറയുകയാണോ? സംസാരിക്കുന്നോ, അവര് തമ്മിൽ വഴക്ക് തുടങ്ങി. ഇനി അസ്ഥികൂടൻ പുറത്തു വന്നല്ലേ പറ്റൂ. സ്വാഗതം ഹീമാൻ. എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. അതെ ഹീമാൻ, നീ എന്നെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് വിളിച്ചോണ്ട് പോകുന്ന ഒരു ജോലി ബാക്കിയുണ്ടല്ലോ ഹീമാൻ. ഇല്ല, നിന്റെ ആ മാന്ത്രിക ദണ്ഡ് എന്റെ കയ്യിലേക്ക് തരൂ. എങ്ങനെയുണ്ട്? ആശ്ചര്യമായിരിക്കുന്നോ ഹീമാൻ? ഇതിൽ ഒന്ന് മാത്രമാണ് യഥാർത്ഥ അസ്ഥികൂടൻ. ചുമരുകൾ മൂടാൻ പോവുകയാണ്. എന്നെ എത്രയും പെട്ടെന്ന് ഗ്രേസ്കൽ കോട്ടയിലേക്ക് കൊണ്ടുപോകൂ. ഏറെ നേരത്തേക്ക് നിനക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഹീമാൻ. നീ ക്ഷീണിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ നീ എന്നെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് വിളിച്ചോണ്ട് പോകും. മായൻ തന്നെ ഈ പൊടി കയ്യിലുണ്ടല്ലോ. വരല്ലേ, അടുത്ത് വരല്ലേ. നീ ദുഃഖിക്കേണ്ടി വരും ഹീമാൻ. ഓ, ലീലയെ നമുക്ക് അന്വേഷിക്കാം. വാ. ഹീമാൻ, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ വരുമായിരുന്നു, പക്ഷേ അതിനു മുമ്പ് ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ശൂന്യ ഈ ചങ്ങല എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പോലും പൊട്ടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് ഒരു കൈ ഞാൻ നോക്കട്ടെ. നന്ദിയുണ്ട്. ഈ സർപ്പമലയിലെ അനുഭവം കഠിനമായിരുന്നു. രാജകുമാരനെയും വരയമ്പുലിയും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുപോവാം. അവരെ രണ്ടുപേരെയും അരമനയിൽ കൊണ്ടെത്തിക്കേണ്ടത് എന്റെ ചുമതലയാ. അതിനു മുമ്പ് നിനക്ക് ഞാനൊരു ജോലി വെച്ചിട്ടുണ്ട്. മൃഗമനുഷ്യനെയും സൂനിയെയും നിനക്ക് വേണ്ടി ഈ ഗുഹയ്ക്കുള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. വിഷമിക്കണ്ട, ഇവരെ എല്ലാവരെയും ഇറ്റാലിയയുടെ നിയമപ്രകാരം എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്തേക്കാം. നീ ഇതാണ് പറയുക എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനുശേഷം ഹീമാൻ അരമനയിലേക്ക് രാജകുമാരനെയും വരയമ്പുലിയെയും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നടന്നതൊക്കെ പറഞ്ഞു. മായൻ, ഇത് ഞാൻ ഹീമാന്റെ അടുത്ത് കൊടുത്തിരുന്നു. അദ്ദേഹം നിനക്ക് ഇത് തിരിച്ചു തരാൻ പറഞ്ഞു. ഞാൻ മുൻപേ പറഞ്ഞതല്ലേ, ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത് ആർക്കും വേണ്ട. എന്നാൽ ഹീമാൻ ഇതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത ഗുണമുണ്ടായെന്ന് പറഞ്ഞു. എന്ത്? ഇത് നിർത്താൻ പറ്റാത്ത രീതിയിൽ തുമ്മലുണ്ടാക്കിയെന്ന്. തുമ്മലോ? ഒന്ന് തന്നെ നോക്കട്ടെ. അയ്യോ വേണ്ട, അത് തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏയ്, ഞാനൊരു മജീഷ്യനല്ലേ. ഇതൊക്കെ എന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ധൈര്യത്തെക്കുറിച്ച് പറയാൻ പോകുന്നു. അപകട നിലയിൽ ഒരു വീരനെ പോലെ പെരുമാറുന്നതാണ് ധൈര്യം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ തെറ്റായ വഴിയിൽ നടത്തുമ്പോൾ അത് തെറ്റെന്ന് മനസ്സിലാക്കി അത് പറ്റില്ലെന്ന് പറയുന്നത് ഒരു വിധത്തിൽ ധൈര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ധൈര്യമെന്ന് പറയുന്നത് തത്വങ്ങളാണെന്ന് പറയാം. അതായത് തത്വങ്ങൾ നടപ്പാക്കി ജീവിക്കുകയാണ് മുഖ്യം. നമുക്ക് വീണ്ടും കാണാം.